വെബ്സൈറ്റ് വഴിയുള്ള നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയുള്ള പ്രൊഫഷണൽ ടൈലറിംഗ് കോഴ്സിന്റെ യൂട്യൂബ് വഴിയുള്ള വെബ്സൈറ്റ് വഴിയുള്ള നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു പോർഷനാണ് കട്ട് ചെയ്തത്. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ തിരിച്ചിടുക. കണ്ടോ? തിരിച്ചിട്ടിട്ട് നമ്മൾ ബാക്ക് പീസ് എടുത്ത് നമ്മളിത് ക്രോസ് ഇടണം. കണ്ടോ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണ്ടേ? ഫ്രണ്ട് ഹുക്ക് പടിക്കും അയ്പടിക്കുള്ള തയ്യൽ തുമ്പ് ആദ്യം നമ്മളിത് ലെവൽ ചെയ്യണം, കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക, സ്ട്രൈറ്റ് ആയിട്ട്. അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഷോൾഡർ മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് ഈ ആം ഹോളും എല്ലാം അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ. ഇനി നമുക്കിത് ബാക്കിങ് മാറ്റാം. ഇനി നമുക്കിത് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. കണ്ടോ? വേറെ സിമ്പിൾ അല്ലേ ബ്ലൗസ് കട്ടിങ് എന്ന് പറയുന്നത്. അതിൻ്റെ കണക്ക് കാര്യങ്ങളും നമ്മൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് വ്യത്യാസം വരുത്തേണ്ടത് എന്നുള്ളതൊക്കെ. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് എത്രയായിരുന്നു വന്നേ? 9 ഇഞ്ചാണ് വന്നത്. ലൈനിങ് ബ്ലൗസിൽ ആ സെയിം മെഷർമെൻ്റ് ആണ്. കഴുത്തിറക്കം 6 ഇഞ്ചായിരുന്നു. തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ 5.5 ഒരു പോയിന്റ് കൊടുക്കും. നമുക്ക് കഴുത്തിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചെടുക്കാം. ഇവിടെ നമ്മൾ 3/4 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സെൻറ്റർ നമ്മൾ നോക്കണം. എന്നിട്ട് അവിടെ നമ്മൾ ആം ഹോൾ കർവ് വെച്ച് തന്നെ ഷേപ്പ് ചെയ്തെടുക്കും. ഈ ലൈനാണ് നോക്കേണ്ടത്, ഇതല്ല, ഇതാണ്. കണ്ടോ? നമുക്ക് ബ്രസ്റ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബ്രസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ ടക്കിൻ്റെ ലെങ്ത് 3 ഇഞ്ചാണ് വരുന്നത്. അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കാം. ഓക്കെ. ഇനി നമുക്ക് ഇവിടുന്ന് മെയിൻ ടക്കിലേക്കുള്ള അകലം എത്രയായിരുന്നു? 3.25. ലൈനിങ് ബ്ലൗസിന് അതാ സെയിം തന്നെയാണ്. നോർമൽ ബ്ലൗസിലെടുത്താൽ മതി. മാർക്ക് ചെയ്യുക. ഓക്കെ. ഇനിയാണ് നമുക്ക് എന്ത് വേണ്ടേ? ടക്കിന് വീതി കണ്ടുപിടിക്കണം. ബ്രഷിൻ്റെ അളവ് വേണം. ബ്രഷിൻ്റെ അളവിനകത്ത് എത്രയാണ് വന്നേ? നമ്മൾ ലൈനിങ് ബ്ലൗസിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തപ്പോൾ 39.5 വന്നത്. ഇവിടെയും നമ്മൾ മൊത്തത്തിൽ 1 ഇഞ്ച് കുറയ്ക്കുക. 39.5 നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 38.5. കാരണം ബ്രസ്റ്റിൻ്റെ വണ്ണം നമുക്ക് 38.5 38.5യുടെ 4/1 എത്രയാണ്? 9.5 ഒരു പോയിന്റും. 9.5 ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുകയല്ല വേണ്ടേ, നമ്മൾ ആദ്യം ബാക്ക് പാർട്ട് ചെക്ക് ചെയ്യണം. നമുക്ക് ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് എത്ര ഇറങ്ങി വന്നത്? 9 ഇഞ്ചാണ് വന്നേ. അവിടെ നമുക്ക് എത്ര ഇഞ്ച് വരുന്നുണ്ടെന്ന് നോക്കാം. 9.25 ഉണ്ട്. 9.25 9.5 ഒരു പോയിന്റുമാണ് വേണ്ടേ. അതിന് 9.25 ഉണ്ട്. 4 ഇഞ്ച് ഒരു പോയിന്റും കുറവുണ്ട്. അത്രയും വ്യത്യാസം വന്നിട്ടുള്ളൂ. അതിനത് നമ്മൾ ഫ്രണ്ടിൽ ആഡ് ചെയ്യണം. നമുക്കിവിടെ 9.5 ഒരു പോയിന്റുമാണ്. 9.5 ഒരു പോയിന്റും കൂടെ 4 ഇഞ്ച് ഒരു പോയിന്റ് വരുമ്പോൾ എത്ര വരും? 10 ഇഞ്ച് വരും. അതിന് 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ 1.5 ഇഞ്ച് 1.25 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുക. കണ്ടോ? ഓക്കെ. അന്നേരം ഇവിടെ നമുക്ക് വന്നേക്കുന്നത് 10 ഇഞ്ചാണ്. വേസ്റ്റ് വണ്ണം എത്രയാണ്? ഇനി ടക്കിന് വീതി കണ്ടുപിടിക്കുന്നത് വേസ്റ്റ് വണ്ണം കൊണ്ട് മൈനസ് ചെയ്യണം. വേസ്റ്റ് വണ്ണം എത്രയാണ് വരുന്നത്? 8.5 അല്ലേ. 34 4 8.5. ഇവിടെ 10 ഇഞ്ച്. അതിൽ നമുക്ക് ടക്കിൻ്റെ വീതി എത്ര വരും? 1.5 ഇഞ്ച് ടക്കിന് വീതി വരുള്ളൂ. അത് നമ്മൾ 3/4 ഇഞ്ച്. ഇത്രയാണ് ഇവിടുത്തെ ടക്കിൻ്റെ വീതി വരുന്നത്. ഇത് നമ്മൾ മാർക്ക് ചെയ്യാം. അതിന് ഇപ്പോൾ ലൈനിങ് ബ്ലൗസിൻ്റെ അത്രയും പഫ് നമുക്ക് ഈ നോർമൽ ബ്ലൗസിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് അരയിഞ്ച് നമുക്കിവിടെ ടക്കിന് വീതി കുറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സെയിം വണ്ണം ഇത് തമ്മിൽ 1 ഇഞ്ചൊക്കെ വ്യത്യാസം വന്നേ ഉള്ളൂ. അന്നേരം നമ്മൾ ഇവിടുന്നാണ് ബ്രസ്റ്റ് ലൈൻ നോക്കിയിട്ടാണ് നമ്മൾ വേസ്റ്റിൻ്റെ കണ്ടുപിടിച്ചത്. പക്ഷേ ഇതിൽ കൂടുതൽ വലിയ സൈസൊക്കെ വരത്തില്ലേ. അതായത് വലിയ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റും ബ്രസ്റ്റും തമ്മിൽ 1 ഇഞ്ചിൽ കൂടുതൽ, അതായത് 2 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ച് ആ ക്ലാസ്സൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതിന് അത്രയൊക്കെ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈൻ അല്ല നോക്കണ്ടേ, ഈ ലൈനാണ് നോക്കണ്ടേ. മനസ്സിലായോ? ഈ സെയിം അളവോ
അല്ലെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് വ്യത്യാസം ഉള്ളെങ്കിൽ നമ്മൾ ബ്രസ്റ്റിന്റെ ലൈൻ തന്നെ നോക്കിയിട്ട് അതിനെ വേസ്റ്റ് കൊണ്ട് മൈനസ് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നിൽ കൂടുതൽ വ്യത്യാസമാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ലാസ്റ്റ് ലൈൻ എത്ര ഉണ്ടെന്ന് നോക്കുക ചെയ്യേണ്ടത്. മനസ്സിലായോ? 1 ഇഞ്ചൊക്കെ ആകുമ്പോൾ ചെറിയൊരു ചരിവേ വരത്തുള്ളൂ. 1 ഇഞ്ചിൽ കൂടുതൽ വരുമ്പോഴത്തേന് ഇതിന്റെ ചരിവ് കൂടി വരും. കൂടി വരുമ്പോൾ ഇവിടുത്തെ അളവായിരിക്കത്തില്ല ഇവിടെ വരുന്നത്. അതിന് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് വരും. അതിന് നമ്മളുടെ ടക്ക് കറക്റ്റായിട്ട് പിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനാണ് നമ്മൾ നോക്കേണ്ടത്. അതിനെ തെറ്റിപ്പോകരുത്. നമ്മൾ സെയിം ചെസ്റ്റും ബ്രസ്റ്റും ഒക്കെ സെയിം തന്നെ വരുമോ 1 ഇഞ്ചൊക്കെ വ്യത്യാസം വരുവാണോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ചെസ്റ്റ് ലൈൻ നോക്കിയാൽ മതി. ഇവിടെ നമുക്കിപ്പം 10-ന് പകരം ഒരു 10.5 ഉണ്ടെന്ന് വിചാരിക്കാം. ഉണ്ടോ? ഒരു 10.5 ഉണ്ട്. ജസ്റ്റ് അത് മാറിയതാണ്. 10.5 ഉണ്ട്. അന്നേരത്തിന് ഈ ലൈൻ കണ്ടോ പോകുന്നേ? ഈ ചെസ്റ്റ് കൊണ്ട് ഇത്രയേ ഉള്ളൂ. ബ്രസ്റ്റ് ഇവിടെ വരും. കണ്ടോ? ഇവിടെ വരും. കണ്ടോ? അന്നേരം ഇത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യരുത്. ഇവിടെ നോക്കണം. ഇവിടെ നോക്കുമ്പോൾ എത്ര വന്നു? 11.5 വന്നു. കണ്ടോ? 11.5 അതിന് വേസ്റ്റ് കൊണ്ട് എത്ര വന്നേക്കുന്നത്? 34. 34 4 8.5. 8.5 അതിന് 11.5 8.5 കുറയ്ക്കണം. അതിന് എത്ര കിട്ടി? 3 ഇഞ്ച് കിട്ടി. അതിന് ടക്കിന് വീതി 3 ഇഞ്ച് കിട്ടി. അങ്ങനെ എടുക്കണ്ട. അല്ലാതെ ഈ ലൈൻ അല്ല നോക്കണ്ട. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഇവിടുത്തെ ടക്ക് നമ്മൾ ഇവിടുന്ന് ഒരു 1 ഇഞ്ച് അല്ലെ 1.25 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം. അതിന് ജസ്റ്റ് നമുക്ക് വരയ്ക്കാം. കണ്ടോ? ഇവിടുന്ന് ആം ഹോൾ ടക്ക് ഇത് നമുക്ക് ഈ പോയിന്റ് തന്നെ എടുക്കാം കറക്റ്റായിട്ട്. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് വ്യത്യാസത്തിൽ നിൽക്കണം. ഇവിടെ നമുക്ക് 4 ഇഞ്ചും അരയിഞ്ച് ടക്ക്, ഇവിടെ അരയിഞ്ച് ടക്ക്, അതറിയാമല്ലോ. ഇനി നമുക്ക് കട്ടിങ്ങിൻ്റെ ഷേപ്പ് കൊടുക്കാം. കട്ടിങ്ങിൻ്റെ ഷേപ്പ് കൊടുക്കാനും കൂടെ നമ്മൾ എത്ര ഉണ്ട്? ടക്കിൻ്റെ ഇറക്കം 3 ആണ്. അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ പകുതി 1.5, അതിൽ നിന്ന് 4 ഇഞ്ച് കുറയ്ക്കണം. 1.25 ഇഞ്ച്. ഇവിടെ നമ്മൾ 1.25 ഇഞ്ച്. ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് ഉൾപ്പെടെ കിട്ടിയെന്ന് നോക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3.25 ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് 3 ഇഞ്ചാണ് ടക്കിൻ്റെ ഇറക്കം വരുന്നത്. ചെക്ക് ചെയ്ത് നോക്കണം ഇടയ്ക്ക്. എന്നിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്യാം. ഇത് നമുക്ക് മാർക്ക് ചെയ്യാം. അത് നമുക്കിതിൻ്റെ വേസ്റ്റ് ബാൻഡിനെ മാർക്ക് ചെയ്യണം. വേസ്റ്റ് ബാൻഡ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ബാക്ക് പാർട്ട് എത്ര ഉണ്ടെന്ന് നോക്കാം. എത്ര ഉണ്ട്? 9 ഇഞ്ചുണ്ട് ബാക്ക് പാർട്ട്. ഫ്രണ്ട് പോർഷൻ എത്ര ഉണ്ടെന്ന് നോക്കാം. ഫ്രണ്ട് പോർഷൻ വന്നേക്കുന്നത് 6 ഇഞ്ചാണ്. അന്നേരം 9 - 6 എത്രയാണ്? 3. അതിലൂടെ നമ്മൾ 2 സൈഡിലും 4 ഇഞ്ച് ഒരു പോയിന്റ് തയ്യൽ തുമ്പ് 3/4 ഇഞ്ച്. അങ്ങനെ 3.25 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. വേസ്റ്റ് കൊണ്ട് എത്രയാണ്? വേസ്റ്റ് കൊണ്ട് 34ന്റെ 4 8.5. അതിനി നമുക്ക് 3.25 അല്ലേ വരുന്നത്? 3.25 ഇഞ്ചാണ് ഇവിടെ വരും. കണ്ടോ? ഈ ലൈനിൽ നിന്ന് ചെറിയൊരു ചെരുവേ കൊടുക്കാവുള്ളേ. ഇവിടെ കൊടുക്കും. ഇവിടെ നമ്മൾ നേരെ വരയ്ക്കുക. കണ്ടോ? നമുക്കിവിടെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ സ്ലോപ്പ് കൊടുക്കണേ. ഓക്കെ. ഇനി നമുക്കിത് പോയിന്റ് എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ? നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ടിൻ്റെ പടി കട്ട് ചെയ്തെടുക്കും. ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മളിവിടെ നിന്ന് 4 ഇഞ്ച് ഒരു പോയിന്റ് എടുത്ത് കളയണേ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്. എപ്പോഴും പറയുമ്പം നിങ്ങൾക്ക് ബോറടി. ഓക്കെ. അത് നമ്മൾ ബാക്ക് കട്ട് ചെയ്തു, ഫ്രണ്ട് കട്ട് ചെയ്തു, ബാൻഡ് കട്ട് ചെയ്തു. ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണോ? നിങ്ങളുടെ സ്വന്തം